വ്യവസായ ലോകത്തെയും സാധാരണക്കാരായ മലയാളികളെയും ഒരുപോലെ ഞെട്ടിച്ചതാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണം. കടബാധ്യതയൊന്നുമില്ലാതെ സാമ്രാജ്യം പടുത്തുയർത്തിയ റോയിയുടെ മരണം ഇപ്പോഴും ദുരൂഹമാണ്. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ ജീവനൊടുക്കിയ സംഭവത്തിൽ പുറത്തുവന്ന ചില സുപ്രധാന വിവരങ്ങളാണ് ഇന്നും നമ്മെ ചിന്തിപ്പിക്കുന്നത്. മലയാളികൾ കണ്ട ഏറ്റവും കോൺഫിഡൻ്റ് ആയ ഒരു വ്യവസായി ഡോക്ടർ CJ റോയ്. താഴ്ചകളിൽ നിന്ന് ഉയർന്ന് സാമ്പത്തിക ബാധ്യതയൊന്നും തന്നെ ഇല്ലാതെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ കോർപ്പറേറ്റ്. കേരളത്തിലും കർണാടകയിലും ദുബായിലും സ്വപ്ന സാമ്രാജ്യം ഉയർത്തിയ ഡോക്ടർ CJ റോയുടെ മരണം ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പുകളുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് പരിശോധനയ്ക്കിടെയാണ് മരണം. 2000-ൽ ലോകമെമ്പാടും US-ലും ഒക്കെ ആയിട്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ ബിസിനസ്സുകൾ തിരിച്ചടി നേരിട്ടപ്പോൾ അതിനെതിരെ നീന്തി മുന്നേറിയ CJ റോയ് പിന്നീട് കാലെടുത്ത് വെച്ചത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക്. റിയൽ എസ്റ്റേറ്റ് പോലുള്ള നിക്ഷേപ ഭാരമുള്ള ബിസിനസ്സുകളെ ബാധിക്കുന്ന പലിശക്കുരുക്കുകളും കടബാധ്യതകളും വിജയകരമായി മറികടന്ന ഒരു വ്യവസായി ജീവനൊടുക്കിയത് എന്തിന് എന്നതാണ് പലരുടെയും ഞെട്ടിപ്പിച്ചത്. കേരളത്തിൽ ജനിച്ച് ബാംഗ്ലൂരുവിൽ വളർന്ന് CJ റോയ് ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലുമായാണ് തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IT കമ്പനി HPL പ്രവർത്തിച്ച ശേഷമാണ് സ്വന്തം കമ്പനി ആരംഭിക്കുന്നത്. 2006-ലാണ് റിയൽ എസ്റ്റേറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത്. കമ്പനി ദക്ഷിണേന്ത്യയിലും വളർന്നതോടെ പിന്നാലെ മിഡിൽ ഈസ്റ്റിലേക്ക് ബിസിനസ് വ്യാപിപ്പിച്ചു. 1.5 മാസമായി CJ റോയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിന് പിന്നാലെ ആദായ നികുതി റെയ്ഡ് നടപടികൾക്കെതിരെ റോയ് കോടതിയിൽ ഹർജി നൽകി. എന്നാൽ 2 ദിവസത്തിനു ശേഷം ഈ ഹർജി പിൻവലിച്ചു. ഹർജി പിൻവലിക്കാനുള്ള അപേക്ഷ പരിഗണിച്ച് കർണാടക ഹൈക്കോടതി കേസ് തീർപ്പാക്കുകയും ചെയ്തു. വിശദമായ വാദത്തിന് മുൻപേ ഹർജി പിൻവലിച്ചത് എന്തിനെന്നാണ് ദുരൂഹത മാറാത്ത മറ്റൊരു കാര്യം. പരിശോധന തുടർച്ചയായി ജനുവരി 30-നാണ് ബംഗളൂരു അശോക് നഗറിലുള്ള റോയുടെ ഓഫീസിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ എത്തുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട 1 മണിക്കൂറോളം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഇതിനിടെ ഉച്ചയ്ക്ക് 3 മണിയോടെ അമ്മയെ ഫോൺ വിളിക്കണം എന്ന് പറഞ്ഞ് മുകളിൽ തന്റെ ക്യാബിനിൽ പോയ റോയെ 10 മിനിറ്റിന് ശേഷവും കണ്ടില്ല. പിന്നാലെ വെടിയുണ്ടയേറ്റ് ചോരയിൽ കുളിച്ച് കിടക്കുന്ന റോയെയാണ് കാണുന്നത്. എപ്പോഴും സ്വയം രക്ഷയ്ക്കായി കയ്യിൽ കരുതുന്ന ലൈസൻസ് ഉള്ള തോക്ക് ഉപയോഗിച്ചായിരുന്നു ജീവനൊടുക്കിയത്. പിന്നാലെ 5 മണിയോടെ മരണവാർത്ത പുറം ലോകം അറിഞ്ഞു. ആദ്യം പുറത്തുവന്ന വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയാണ് എന്നായിരുന്നു. പിന്നീടാണ് നടന്നത് കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സിന്റെ പരിശോധന എന്ന് വ്യക്തമായത്. അറസ്റ്റ് ഭയന്നാണ് റോയ് ജീവനൊടുക്കിയതെന്ന് വാർത്തയ്ക്ക് പിന്നാലെ IT ഉദ്യോഗസ്ഥരുടെ വലിയ സമ്മർദ്ദം റോയ്ക്ക് ഉണ്ടായിരുന്നതായി കുടുംബം ആരോപിച്ചിരുന്നു. പിന്നാലെ CJ റോയുടെ മരണവാർത്ത ആരോപണങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചു. പിന്നാലെ പോലീസ് സമഗ്രമായ പരിശോധന നടത്തിയെങ്കിലും പരിശോധനയ്ക്കിടെ റോയ് ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതോ അസ്വാഭാവികമായ ഒന്നും ഉള്ളതായിട്ടോ കണ്ടെത്തിയില്ല. തുടക്കം മുതലേ ആരോപണം നിഷേധിച്ച ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ വാദം ശരിവെക്കുന്നതായിരുന്നു പോലീസിന്റെ ഈ കണ്ടെത്തൽ. കേസിൽ നിർണായകമായ മറ്റൊന്നാണ് റോയുടെ മരണത്തിന് 4 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ കുറിപ്പ്. CJ റോയ് നേരത്തെ തന്നെ ജീവനൊടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന നിർണായക വിവരമാണ് പുറത്തുവന്നത്. മരണത്തിന് മുൻപ് തയ്യാറാക്കി വെച്ചിരുന്ന 9 പേജുകൾ അടങ്ങിയ കുറിപ്പാണ് കുടുംബാംഗങ്ങൾ ലഭിച്ചത്. ഫൈനൽ സ്റ്റെപ്പ് എടുക്കുന്നതിൽ കുടുംബത്തോട് മാപ്പ് ചോദിച്ച് തയ്യാറാക്കിയ കുറിപ്പിൽ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നേരിട്ട തിരിച്ചടികളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരിട്ട സമ്മർദ്ദങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട്. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന നിർദ്ദേശങ്ങളും ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. തന്നെ വിശ്വസിച്ച നിക്ഷേപകരെ ഒരു ഘട്ടത്തിലും കൈയൊടിയരുത് എന്നുകൂടി ആ കുറിപ്പിലുണ്ടായിരുന്നു. പിന്നാലെ വന്ന മറ്റൊരു വിവരമാണ് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു CJ റോയ്ക്ക് എന്നുള്ളത്. ഇദ്ദേഹം ചികിത്സയും തേടിയിരുന്നു. മരിക്കുന്നതിന്റെ തലേ ദിവസം ബാംഗ്ലൂർ ജയനഗറിലെ ഒരു സെക്യാട്രിസ്റ്റിനെ റോയ് സന്ദർശിച്ചിരുന്നു. 4 മാസത്തിലേറെയായി റോയ് വിഷാദത്തിന് ചികിത്സ തേടിയിരുന്നു എന്ന വിവരം കുടുംബവും SITക്ക് പങ്കുവച്ചതാണ്. സാധാരണക്കാരന് സുപരിചിതനായ പരസ്യങ്ങളിലും റിയാലിറ്റി ഷോകളിലും നിറഞ്ഞു നിന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിനെയും CJ റോയെയും മലയാളികൾക്ക് മറക്കാനാകില്ല. കുടുംബത്തെ പോലെ തന്നെ ആ മരണത്തിലെ ദുരൂഹത നീങ്ങാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. ഇനി റോയുടെ ജീവനെടുത്തത് ടാക്സ് ടെററിസം എന്ന ബംഗളൂരുവിലെ വ്യവസായികളുടെ വാദം എന്തെങ്കിലും സത്യമുണ്ടോ എന്നതടക്കം അന്വേഷിക്കേണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.